ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോണിക് സെക്ഷൻസിലെ പ്രോപ്പർട്ടീസ് ഓഫ് കോണിക്സ് എന്നുള്ള സെക്ഷനിലെ ഒരു പ്രോപ്പർട്ടി ആയ റിഫ്ലക്ഷൻസിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ ലോ എന്താണെന്ന് നോക്കാം. അതായത് ഒരു സർഫസ് എടുക്കുകയാണ്, അത് മിറർ ആയിക്കോട്ടെ ഏതോ ഒരു സർഫസ്, അതിലോട്ട് ഇൻസിഡൻ്റ് ആയി വരുന്ന ഒരു ലൈറ്റ് റേ ഉണ്ടാവും. അത് ആ സർഫസിൽ ടാൻജൻറ്റും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ആ റിഫ്ലക്റ്റഡ് റേയും ആ ടാൻജൻറ്റും തമ്മിലും മേക്ക് ചെയ്യുന്ന ആംഗിൾ അതും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ റിഫ്ലക്ഷൻ ലോ പറയുന്നത്. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ്. അതായത് the angle that incoming light makes with the tangent to a surface is the same as the angle that the reflected light makes with the tangent. ഈ ടാൻജൻറ്റിനോട് വരുന്ന ലൈറ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിളും അതേപോലെ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് റിഫ്ലക്ഷൻ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ സർഫസ് എന്ത് മിറർ വേണമെങ്കിൽ ആവാം, എലിപ്റ്റിക്കൽ മിറർ, അതേപോലെ നമ്മൾ ഹൈപ്പർബോളിക് മിറർ, പ്ലെയിൻ മിറർ, ഏതായാലും അതിൻ്റെ ടാൻജൻറ്റിനോട് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് റേ മേക്ക് ചെയ്യുന്ന ആംഗിളും റിഫ്ലക്റ്റഡ് റേ മേക്ക് ചെയ്യുന്ന ആംഗിളും രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇതേപോലെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ഹൈപ്പർബോളയും പാരാബോളയും നോക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ്. ലൈറ്റ് വിച്ച് കംസ് ഫ്രം വൺ ഫോക്കസ് ഓഫ് ആൻ എലിപ്റ്റിക്കൽ മിറർ ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ എലിപ്സ് ടു പാസ് ത്രൂ ദ സെക്കൻഡ് ഫോക്കസ്. അപ്പോൾ നമുക്കറിയാം എലിപ്സിന് എത്ര ഫോക്കസാണ് ഉള്ളത്, 2 ഫോക്കസാണുള്ളത്. ഇപ്പം 2 ഫോക്കസ് F1 F' F ആണെങ്കിൽ ഇതാണ് എലിപ്സിൻ്റെ സർഫസ് മിറർ ആണെങ്കിൽ ഒരു ലൈറ്റ് റേ വന്ന് ഫസ്റ്റ് ഫോക്കസിലൂടെ പാസ് ചെയ്തിട്ട് എലിപ്റ്റിക്കൽ സർഫസിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതിലൂടെ പാസ് ചെയ്യും, രണ്ടാമത്തെ ഫോക്കസിലൂടെ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേ പാസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതാണ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഇൻ എലിപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജനറലി ഒരു എലിപ്സ് എടുക്കുമ്പോൾ അതിന് 2 ഫോക്കസ് ഉണ്ടാവും, F' Fഉം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് റേ ഫസ്റ്റ് ഫോക്കസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏത് ഫോക്കസിലൂടെ പോവും, സെക്കൻഡ് ഫോക്കസിലൂടെ പോവും. അത് എവിടെ നിന്ന് ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആയാലും ഇങ്ങനെ തന്നെയാണ് വരിക. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോക്കസിലൂടെ ഇങ്ങനെ ലൈറ്റ് റേ ഇൻസിഡൻ്റ് ആകുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫോക്കസിലൂടെ പോവും. അതിപ്പോൾ എവിടെ നിന്നായാലും ഇങ്ങനെയാണ് ലൈറ്റിൻ്റെ പാത്ത് വരിക എന്നുള്ളതാണ് നമ്മുടെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ പ്രൂഫിലോട്ട് കടക്കുന്നതിന് മുൻപ് നമുക്ക് സൈൻ ഫോർമുല എന്താണെന്ന് അറിയണം. അപ്പോൾ അതിനായിട്ട് നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC വിത്ത് സൈഡ്സ് ABC ഓപ്പോസിറ്റ് ദ വെർട്ടെക്സ് ABC റെസ്പെക്റ്റീവ്ലി, ദെൻ A by sin angle BAC ഈക്വൽ ടു B by sin angle ABC is equal to C by sin angle ACB. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത്, 3 വെർട്ടെക്സ് ABC ആണെങ്കിൽ അതിൻ്റെ എയിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ലെറ്റർ A, ബീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് B ആണ്, സീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ലെറ്റർ C ആണെങ്കിൽ നമ്മുടെ സൈൻ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, A by ഫസ്റ്റ് സൈഡ് A by അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്, ആംഗിൾ BAC അല്ലേ. അപ്പോൾ അതിൻ്റെ സൈൻ വാല്യൂ A by sin BAC is equal to B by ആംഗിൾ ABC is equal to C by അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായ ACB എന്നാണ്. ഈ ഒരു ഫോർമുല നമുക്ക് അറിയണം. ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ പഠിക്കാനുള്ളൊരു ഫോർമുലയാണ് ഈ സൈൻ ഫോർമുല എന്ന് പറയുന്നത്. ഇനി പ്രൂഫിലോട്ട് പോവാം. നമുക്കറിയാം ഒരു എലിപ്സ് ഉണ്ട്, അതിന് 2 ഫോക്കസ് ഉണ്ട്, F'. ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം ±AE, 0 ആണ്. അതേപോലെ അതിന് 2 ഡയറക്ട്രിക്സ് ഉണ്ടാവും, ഡിയും D'. അത് രണ്ടിൻ്റെയും ഇക്വേഷൻ എന്ന് പറയുന്നത് x =±A/E ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ആ എലിപ്സിൽ തന്നെ ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിൻ്റ് P ആയിട്ട് ചൂസ് ചെയ്യാണ്. അതിൻ്റെ പാരാമെട്രൈസേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് പാരാമെട്രൈസേഷൻ പഠിച്ചിട്ടുണ്ട്. അതിലെന്തായിരുന്നു, XA cos Tയും Y B sin T ആണ്. ഇനി ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം ആ പോയിൻ്റിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസും ആ പോയിൻ്റിൽ നിന്ന് ഡയറക്ട്രിക്സിലോട്ടുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ E ആണെന്ന്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും P എന്ന് Fലോട്ടുള്ള ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു E ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം P ടു ദ ഫസ്റ്റ് ഡയറക്ട്രിക്സ് D. അപ്പോൾ P to Dനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഡിസ്റ്റൻസ് ഫ്രം P to D നോക്കുകയാണെങ്കിൽ P നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ
നമുക്ക് എന്ത് പറയാം, ഈ ഒറിജിന്ന് ഡയറക്ട്രസിലോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം a/e ആണെന്ന്. അതിൽ നിന്ന് നമുക്ക് ഒറിജിനിൽ എന്ത് ചെയ്താൽ മതി, പി വരെയുള്ള ഡിസ്റ്റൻസ് അത് മൊത്തത്തിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒറിജിനിൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റ് അല്ലേ, അതെന്താ a cos t ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ഡിസ്റ്റൻസ് ദിസ് ടു ദിസ് എന്ന് പറയുന്നത് a/e ആണ്. അതിന് എന്ത് കുറച്ചാൽ മതി, പി വരെയുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള a cos t കുറച്ചാൽ മതി. ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡി എന്ന് പറയുന്നത് a/e മൈനസ് a cos t എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇയും ഇയും ക്യാൻസലായി ഇവിടെ ഒരു ഇ വരുമ്പോൾ എന്താവും, a മൈനസ് a e cos t ആവും. ഓക്കെ, അതേപോലെ നമുക്കിനി സെക്കൻഡ് ഫോക്കസിലോട്ടുള്ള ആ പോയിന്റിൽ നിന്ന് സെക്കൻഡ് ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം, ആ പോയിന്റിൽ നിന്ന് അത് സെക്കൻഡ് ഡയറക്ട്രസിലോട്ടുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ഇ ആണെന്ന് അറിയാം. അപ്പോൾ പി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡി ഡാഷ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇ ഇൻറ്റു ഇനി ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പി മുതൽ ഡി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്കറിയേണ്ടത്. നമുക്കറിയാം ഈ ഒറിജിനിൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, a/e ആണെന്ന് അറിയാം. അപ്പോൾ ഇതുവരെയുള്ളത് a/e ആണ്. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, a cos t അല്ലേ. അപ്പോൾ a/e പ്ലസ് a cos t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡി ഡാഷ് എന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് പറയാൻ പറ്റും. അതാണ് a/e പ്ലസ് a cos t എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, a പ്ലസ് a e cos t എന്ന് കിട്ടും. അപ്പോൾ പി എഫ് എന്ന് പറയുന്നത് a മൈനസ് a e cos t എന്നും പി എഫ് ഡാഷ് എന്ന് പറയുന്നത് a പ്ലസ് a e cos t എന്നും കിട്ടും. ഇനി അത് തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ പി എഫ് ബൈ പി എഫ് ഡാഷ് എന്ത് വരും, a മൈനസ് a e cos t ഡിവൈഡഡ് ബൈ a പ്ലസ് a e cos t. ഇനി a നമ്മൾ എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞ് രണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് ഇ cos t ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ cos t എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ടി ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ഓഫ് പി, ടാൻജൻറ്റ് അറ്റ് പി ടു ദ എലിപ്സിസ്. അപ്പോൾ നമുക്ക് എലിപ്സിൻ്റെ ടാൻജൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, എക്സ് ബൈ എ കോസ് ടി പ്ലസ് വൈ ബൈ ബി സൈൻ ടി ഈക്വൽ ടു 1 ആണെന്ന് അറിയാലോ. അപ്പോൾ ഈ ടാൻജൻറ്റ് വന്ന് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടി ആണെങ്കിൽ അറ്റ് ദ പോയിന്റ് ടി വേർ ദ ടാൻജൻറ്റ് അറ്റ് പി ഇൻ്റർസെക്ട് ദ എക്സ് ആക്സിസ് വി ഹാവ്, അവിടെ എന്തായിരിക്കും, ഈ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ടാൻജൻറ്റിൻ്റെ എക്സ് ബൈ എ കോസ് ടി പ്ലസ് വൈ ബൈ ബി സൈൻ ടി ഇസ് ഈക്വൽ ടു 1 എന്നായിരുന്നു അല്ലേ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വൈ കോർഡിനേറ്റ് 0 ആവുമ്പോൾ ഈ ടേം മൊത്തം എന്തായി പോവും, 0 ആയി പോവും. ബാക്കി എന്താ വരിക, ബാക്കി വരുന്നത് എക്സ് ബൈ എ കോസ് ടി എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്തിനോട് ഈക്വൽ ആവും, 1 ഈക്വൽ ആവും. അപ്പോൾ അത് വൈ എന്തായി, 0 ആയി പോയി. ഏത് പോയിന്റിലാണ്, ടി എന്നുള്ള പോയിന്റിൽ. ടി എന്ന പോയിന്റ് എക്സ് ആക്സിസിലാണല്ലോ, അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ബൈ എ കോസ് ടി ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എക്സ് എന്താണെന്ന് പറയാം, ഈ എയും എ ന്യൂമറേറ്ററിലേക്ക് പോവും, കോസ് ടി എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി എന്ന് കിട്ടും. അപ്പോൾ ഈ ടീൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് പറയാൻ പറ്റും, എ ബൈ കോസ് ടി ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ടിയിൽ നിന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസും ടി എഫ് എന്ന് പറയുന്നതും അതേപോലെ ടിയിൽ നിന്ന് രണ്ടാമത്തെ ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ടുള്ള ടി എഫ് ഡാഷും തമ്മിലുള്ള റേഷ്യോ ആണ്. ടി എഫ് ബൈ ടി എഫ് ഡാഷ് എന്ന് പറയുമ്പം ഇങ്ങനെ പറയാൻ പറ്റും, ടി ഇന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഈ ഒറിജിനിൽ ഈ ടിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, എ ബൈ കോസ് ടി ആണ്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, ഈ 0 എന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി എഫ് കിട്ടില്ലേ. അപ്പോൾ എ ബൈ കോസ് ടിന്ന് എ ഇ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടി എഫ് കിട്ടും. അതേപോലെ ടി എഫ് ഡാഷ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഒറിജിനിൽ ടി വരെയുള്ള ഡിസ്റ്റൻസ് എന്താണെന്നറിയാം, എ ബൈ കോസ് ടി ആണെന്ന്. അതിൻ്റെ കൂടെ ഈ ഒറിജിനിൽ എഫ് ഡാഷിക്കുള്ള ഡിസ്റ്റൻസ് ആയ എ ഇ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ് ടി എഫ് ഡാഷ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടി എഫ് ഡാഷ് കിട്ടും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എ ബൈ കോസ് ടി ആണെന്നും അതേപോലെ ഒറിജിനിൽ എഫ് ഡാഷിക്കുള്ള ഡിസ്റ്റൻസ് എ ആണെന്നറിയാം, അത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. അപ്പോൾ ടി എഫ് ഡാഷ് എന്താണെന്ന് പറയാൻ പറ്റും, എ ബൈ കോസ് ടി പ്ലസ്
എ ഇ ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എ ബൈ കോസ് ടി നമുക്ക് കിട്ടും. എ ബൈ കോസ് ടി രണ്ടവിടെ നിന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 മൈനസ് ഇ കോസ് ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ കോസ് ടി എന്ന് കിട്ടും. അപ്പോൾ ടി എഫ് ബൈ ടി എഫ് ഡാഷ് എന്ത് കിട്ടി? 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി. പിന്നെ അതിന് മുന്നേ നമുക്ക് പി എഫ് ബൈ പി എഫ് ഡാഷ് എന്താ കിട്ടിയത്? പി എഫ് ബൈ പി എഫ് ഡാഷും അതേപോലെ 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ ടി എഫ് ബൈ ടി എഫ് ഡാഷ് ചെയ്തപ്പോഴും 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് കോസ് ടി ആണ് കിട്ടിയത്. നമുക്കിപ്പോൾ എന്ത് കിട്ടി? പി എഫ് ബൈ പി എഫ് ഡാഷ് ഇസ് ഇക്വൽ ടു ടി എഫ് ബൈ ടി എഫ് ഡാഷ് എന്ന് കിട്ടി. രണ്ടും 1 മൈനസ് ഇ കോസ് ടി ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ കോസ് ടി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പി എഫ് ബൈ ടി എഫ് ഇസ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സൈൻ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് നമ്മുടെ മറ്റേ ട്രയാങ്കിളിൽ അപ്ലൈ ചെയ്യണം. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മളറിയാം 2 ഫോക്കസ് ഉണ്ടായിരുന്നു അല്ലേ? എഫും എഫ് ഡാഷും. പിന്നെ നമ്മൾ ആ ടാൻജൻറ്റ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ടി ആയിട്ടുണ്ടായിരുന്നു. ഇനി എലിപ്റ്റിൻ്റെ ആ പോയിൻ്റ് പി എന്നുള്ള പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് റേ ഇങ്ങനെ ഇൻസിഡൻ്റ് ആയിട്ട് തിരിച്ചു പോകുമായിരുന്നു അല്ലേ ചെയ്തത്? അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ പി എഫ് ടി എന്നുള്ള ട്രയാങ്കിളും പി എഫ് ഡാഷ് ടി എന്നുള്ള ട്രയാങ്കിളിലും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? സൈൻ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും നോക്കാം. ആദ്യം നമുക്ക് ഈ സൈഡ് എടുക്കാം. പി എഫ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ എടുക്കുക സൈൻ ഫോർമുലയിൽ, അതായത് ഈ ആംഗിളാണ്. പി എഫ് ബൈ എന്ത് വരും? സൈൻ വാല്യൂ ഓഫ് ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ പി ആംഗിൾ പി ടി എഫ് ഇസ് ഈക്വൽ ടു, ഇനി അടുത്ത സൈഡ് ടി എഫ് എടുക്കാം. ടി എഫ് എടുക്കുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ ടി എഫിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സൈൻ വാല്യൂ എന്ന് പറയുമ്പോൾ സൈൻ ആംഗിൾ ടി പി എഫ് ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിനെ ഈ സാധനത്തിന് എന്ത് ചെയ്യാം? ഇങ്ങോട്ടും എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? പി എഫ് ബൈ ടി എഫ് ഇസ് ഈക്വൽ ടു ഇതങ്ങോട്ട് പോകുമ്പോൾ സൈൻ ആംഗിൾ പി ടി എഫ് ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ ടി പി എഫ് എന്ന് വരും. അങ്ങനെ എഴുതാൻ പറ്റില്ലേ? അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പി എഫ് ബൈ ടി എഫ് ഇസ് ഈക്വൽ ടു സൈൻ ആംഗിൾ പി ടി എഫ് ഡിവൈഡ് ബൈ ആംഗിൾ ടി പി എഫ്. ഇനി അതേപോലെ നമ്മളത് ഈ ട്രയാങ്കിളാണ് അപ്ലൈ ചെയ്തത്. അതേപോലെ നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ പി എഫ് ഡാഷ് ടിയിൽ സൈൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സൈൻ ആംഗിൾ പി ടി എഫ് ഡാഷ് ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ ടി പി എഫ് ഡാഷ് എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതേ മെത്തേഡ് തന്നെയാണ്. ഇതേപോലെ നമ്മൾ സൈൻ ഫോർമുലാസ് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പി എഫ് ബൈ ടി എഫും പി എഫ് ഡാഷ് ബൈ ടി എഫും ഈക്വൽ ആയതുകൊണ്ട് ഈ ആർ എച്ച് എസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ സൈൻ ആംഗിൾ പി ടി എഫ് ബൈ സൈൻ ആംഗിൾ ടി പി എഫ് ഇസ് ഈക്വൽ ടു സൈൻ ആംഗിൾ പി ടി എഫ് ഡാഷ് ബൈ സൈൻ ആംഗിൾ ടി പി എഫ് ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ അത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ 2 ട്രയാങ്കിളിൽ ഒരു കോമൺ ആംഗിൾ ഇല്ലേ? ഈ ആംഗിൾ 2 ട്രയാങ്കിളിലുള്ള കോമൺ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ ഈ വലിയ ട്രയാങ്കിളും ഉണ്ട്, ഈ ചെറിയ ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് പി ടി എഫ് ഡാഷും അതേപോലെ ആംഗിൾ പി ടി എഫും ആണ് അല്ലേ? അത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. കാരണം അതൊരേ ആംഗിളാണ്. അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ പി ടി എഫും സൈൻ പി ടി എഫ് ഡാഷും എന്താണെന്ന് പറയാം? ഈക്വൽ ആയിരിക്കും. അതായത് ഈ 2 ന്യൂമറേറ്ററും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈൻ ടി പി എഫ് ഡാഷും ഇത് 2 ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് 2 ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സും എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഡിനോമിനേറ്റേഴ്സും ഈക്വൽ ആണെന്ന് പറയാം. കാരണം 2 ഫ്രാക്ഷനുകളല്ലേ, അതിൻ്റെ ന്യൂമറേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ സൈൻ വാല്യൂസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾസ് ഏതൊക്കെ ആംഗിൾസ് വരുന്നത്? ആംഗിൾ ടി പി എഫ് ഡാഷും ഈ വലിയ ആംഗിളും അതേപോലെ ടി പി എഫും ആണ്. അപ്പോൾ അതൊന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ സൈൻ വാല്യൂസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾസ് എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ലെങ്കിലും സൈൻ വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഒന്ന് മറ്റേതിൻ്റെ പൈൻ്റെ ഡിഫറൻസിലാണ് വരിക അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഈ ചെറിയ ആംഗിൾ ഇസ് ഈക്വൽ ടു പൈ മൈനസ് വലിയ ആംഗിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി ആംഗിൾ ടി പി എഫ് എന്ന് പറയുന്നത് നോക്കുക, എന്താ കിട്ടിയത്? ടി പി എഫ് എന്ന് പറയുന്നത് പൈ ഇന്ന് ഏത് ആംഗിൾ കുറയ്ക്കുന്നതാണ്?
ടി പി എഫ് ഡാഷ് അത് റീഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടി പി എഫ് ഡാഷ് പൈന്ന് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടുന്നത്. ഈ ആംഗിൾ എന്താണെന്ന് പറഞ്ഞത് പൈ മൈനസ് ഈ ടി പി എഫ് ഡാഷ്. ഈ ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത് ഫുൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എത്രയാണ്? പൈ ആണ്. പൈ നീ ടി പി എഫ് കുറച്ചാൽ തന്നെയല്ലേ ആൽഫ കിട്ടുക. അപ്പോൾ ഇതും ആൽഫയാണെന്ന് പറയാം, അതുപോലെ ഇതും എന്താണെന്ന് പറയാം? ആൽഫയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും വരച്ചിരിക്കുന്നതിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ശരിക്കും വരുമ്പോൾ എന്തായിരിക്കും? രണ്ടും എന്താണ്? ആൽഫയായിട്ടാണ് വരിക. ഇനി ആൽഫ എന്ന് പറയുന്നത് ബീറ്റയോട് ഈക്വൽ അല്ലേ? കാരണം ഈ ഒരു ലൈൻസ് നോക്കൂ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആൽഫയും ബീറ്റയും വരുന്നത്. അപ്പോൾ ഈ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന്. ആൽഫയും ബീറ്റയും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ അത് ഈക്വൽ ആണെന്ന് പറയാം. ഈ ആൽഫയ്ക്ക് ഓപ്പോസിറ്റല്ലേ ഈ ആംഗിൾ, ഇതും എന്ത് തന്നെയായിരിക്കും? രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് തന്നെയല്ലേ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ റിഫ്ലക്റ്റ് ഈ രണ്ട് ആംഗിൾസ് അല്ലേ ഇവിടെ വരുന്നത്, അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ പ്രൂഫ് ശരിയായി. അതായത് ഇവിടെ ഈ റേ തന്നെയാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേ ആയിട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എലിപ്റ്റിക്കൽ സർഫസിൽ നിന്ന് രണ്ടാമത്തെ ഫോക്കസിലോട്ട്, ആ എലിപ്സിൻ്റെ രണ്ടാമത്തെ ഫോക്കസിലൂടെയാണ് കടന്നു പോകാമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ് ആണ് പ്രൂവ് ചെയ്തത്. ലൈറ്റ് വിച്ച് കംസ് ഫ്രം വൺ ഫോക്കസ് ഓഫ് ആൻ എലിപ്റ്റിക്കൽ മിറർ ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ എലിപ്സ് ടു പാസ് ത്രൂ ദ സെക്കൻഡ് ഫോക്കസ്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.